ഹായ് ഹലോ, ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ കഴിയാനായി തുടങ്ങിയില്ലേ? എല്ലാ എക്സാമും നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. മലയാളം എക്സാമാണ്, നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ നോക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ വായിക്കുക. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കഥ വായിച്ച ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുക. കുഞ്ഞെ ഉണരൂ, വെയിൽ തഴുകി വിളിച്ചു. കണ്ണുകൾ തിരുമ്മി തുറന്ന് തത്ത കുഞ്ഞ് പുറത്തേക്ക് നോക്കി. അയ്യോ, കൂട്ടിലാണല്ലോ. എഴുന്നേറ്റിട്ടും കാര്യമില്ല. വീണ്ടും കണ്ണടച്ച് ചുരുണ്ട് കിടന്നു. പുറത്തേക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കൊന്ന തെങ്ങിലെ പൊത്തിൽ നിന്നും തല പുറത്തേക്കിട്ടാൽ പച്ച വിരിച്ച പാടം കാണാമായിരുന്നു. എല്ലാവരും കൂട്ടത്തോടെയാണ് തീറ്റ തേടി പോകുന്നത്. ശത്രുക്കളെ പേടിച്ചിട്ടാണ്. വിളയാറായ നെന്മണികൾ കൊത്തിത്തിന്നുമ്പോൾ മനുഷ്യരുടെ ഒച്ച കേൾക്കും. തത്തക്കൂട്ടം പരിഭ്രാന്തരായി പറന്നകലും. കതിരിനും ഞങ്ങൾക്കും ഒരേ നിറമായതിനാൽ ഞങ്ങളെ മനുഷ്യർ പെട്ടെന്ന് കണ്ടെത്തില്ലെന്നാണ് അമ്മ പറയാറുള്ളത്. എങ്കിലും മനുഷ്യർക്ക് ഞങ്ങളെ കാണാൻ കൗതുകമാണത്രേ. കൗതുകം മാത്രമല്ല, ഇത്തിരി പോന്ന ഞങ്ങളെ കൂട്ടിലാക്കാനും കുറിയെടുപ്പിക്കാനും അവരിൽ മടിയില്ല. മറ്റു ചിലർ കാഴ്ച ബംഗ്ലാവിലും മറ്റും ഞങ്ങളെ പൂട്ടിയിട്ട് കാഴ്ചകളിൽ നിന്നും പണം വാങ്ങുന്നു. ഞാനിവിടെ മടുത്തു. എങ്ങനെയെങ്കിലും ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. ഒരു തക്കം കിട്ടിയാൽ പുറത്തു പോകണം. ആകാശത്തിലൂടെ പാറി പറക്കണം. ഠിം ശബ്ദം കേട്ട് തത്തക്കുഞ്ഞ് തിരിഞ്ഞു നോക്കി. വിശ്വസിക്കാനാവുന്നില്ല. കൂട് തുറന്നു കിടക്കുന്നു. മുകളിൽ തന്നിരിക്കുന്ന കഥാഭാഗം വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കണ്ടെത്തൂ. തത്തക്കുഞ്ഞിനെ തഴുകി വിളിച്ചത് ആരാണ്? അമ്മ, വെയിൽ, കൂട്ടുകാർ, കുട്ടി. ആരാണ്? വെയിലാണല്ലേ. കതിരിന് എന്തു നിറമാണെന്നാണ് തത്തക്കുഞ്ഞ് പറയുന്നത്? പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള. പച്ചയാണ്. അടിവരയിട്ട പദത്തിനു പകരം കഥാഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? അവർ പരിഭ്രാന്തരായി പറന്നുയരും. ക്ഷീണിച്ചു, നാണിച്ചു, പേടിച്ചു, തളർന്നു. ഏതാണ്? പേടിച്ചു ആണ് ആൻസർ. എന്തിനാണ് തത്തകൾ തീറ്റ തേടാൻ കൂട്ടത്തോടെ പോകുന്നത്? വഴി തെറ്റാതിരിക്കാൻ, തീറ്റ ധാരാളം കിട്ടാൻ, ജോലി എളുപ്പമാക്കാൻ, ശത്രുക്കളെ പേടിച്ചിട്ട്. എന്താണ്? ശത്രുക്കളെ പേടിച്ചിട്ടാണ്. ഈ കഥാഭാഗത്തിന് ഉചിതമായ തലക്കെട്ട് നൽകുക. എന്ത് നൽകാം കൂട്ടുകാരെ? എന്തൊക്കെ നൽകാം? കൂട്ടിലടക്കപ്പെട്ട തത്താന്ന് കൊടുക്കാം അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട്. ഇങ്ങനെ ഒരു കഥാഭാഗം തന്നിട്ട് ക്വസ്റ്റ്യൻസ് തന്നാൽ ഈസിയാണ് കേട്ടോ മക്കളെ. അടുത്തത് നമുക്ക് നോക്കാം. പ്രവർത്തനം 2, സംഭാഷണം എഴുതാം. കൂട്ടിൽ നിന്നും പുറത്തു വന്ന തത്തക്കുഞ്ഞ് തൻ്റെ കുഞ്ഞി ചിറകുകൾ ഒന്ന് പറന്നാലോ? തത്തക്കുഞ്ഞ് ചിറകുകൾ വീശി. രക്ഷയില്ല. ഇരുമ്പ് കൂട്ടിൽ കഴിഞ്ഞ തനിക്ക് എല്ലാ പക്ഷികളെയും പോലെ പറക്കാൻ കഴിയില്ലേ? തത്തക്കുഞ്ഞിന് പേടിയായി. അത് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് മഞ്ഞക്കിളി തത്തക്കുഞ്ഞിൻ്റെ അടുത്ത് പറന്നിറങ്ങി. എന്തെല്ലാമായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? എഴുതി നോക്കൂ. എങ്ങനെ എഴുതാം നമുക്ക്? മഞ്ഞക്കിളി ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? അപ്പൊ തത്തക്കുഞ്ഞ് എന്താ പറയുന്നത്? എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. മഞ്ഞക്കിളി എന്താ ചോദിക്കുന്നത്? നിനക്ക് പറക്കാൻ കഴിയും, നീ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വീണ്ടും തത്തക്കുഞ്ഞ് എന്താ പറഞ്ഞത്? ഞാനും നിങ്ങളെപ്പോലെ പറക്കില്ലേ, എനിക്ക് പറക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മഞ്ഞക്കിളി എന്ത് പറയും? നിനക്കും പറക്കാൻ കഴിയും. നിന്റെ ചിറകുകൾ നീ വലുതായി കഴിയുമ്പോൾ നിനക്ക് പറക്കാൻ കഴിഞ്ഞ് നീ വലിയൊരു തത്തയായി മാറി നിനക്ക് നന്നായിട്ട് പറന്ന് കളിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പ്രവർത്തനം 3, വിവരണം എഴുതാം. തത്തക്കുഞ്ഞ് ചിറകുകൾ ആഞ്ഞു വീശി. ആഹാ, ഇപ്പോൾ കുറേശ്ശെ പറക്കാൻ കഴിയുന്നുണ്ട്. കുഞ്ഞി ചിറകുകൾ വിടർത്തി മാനത്തേക്ക് പറന്നുയർന്നു. ഇടയ്ക്ക് താഴേക്ക് നോക്കി. ഹായ്, എന്തു നല്ല കാട്! എത്ര മനോഹരമായ കാഴ്ചകൾ! തത്തക്കുഞ്ഞ് കണ്ട കാഴ്ചയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി വിവരണം തയ്യാറാക്കൂ. ചിത്രത്തിന് നിറം കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ കണ്ടോ ഇവിടെ തത്തക്കുഞ്ഞ് ആകാശത്ത് നിന്നും താഴെ കണ്ട വർണ്ണന കാഴ്ചകള്. അപ്പൊ ഇത് ഒരു വിവരണമാക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് തത്ത എങ്ങനെ വിവരണം പറയാം? മനോഹരമായ കാടാണ് ഞാൻ ആകാശത്തു നിന്നും കണ്ടത്. എന്തു ഭംഗിയാണ് കാണാൻ. ആ കാട്ടിൽ മനോഹരമായ മയിലും മാനും തുമ്പികളും പാറി നടക്കുന്നു. എൻ്റെ കൂട്ടുകാരാവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളും പൂമ്പാറ്റകളുമുള്ള ആ കാട് കാണാൻ എന്തൊരു ഭംഗിയാണ്.
ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് താമസിക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് വർണ്ണന തയ്യാറാക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അതിൻ്റെ എന്തെല്ലാം മൂല്യങ്ങളാണ് അതിൽ വേണ്ടത് എന്നുള്ളത് ഞാനിവിടെ അതിൻ്റെ ആൻസറും വിലയിരുത്തൽ സൂചകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എഴുതുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തൽ സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ആ ഓരോ പോയിന്റും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോയിട്ട് ഓരോ ചോദ്യങ്ങളും എക്സാം എഴുതാൻ. മലയാളമാണ്, അക്ഷരത്തെറ്റില്ലാതെ വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച പാഠത്തിൻ്റെ കണ്ടൻറ്റുകൾ മനസ്സിലാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.